ഈ മീഡിയ പുറത്തു വരുന്നത് ദിവസ്വാമി ദുർമന്ത്രവാദത്തിൽ അറസ്റ്റിലായി. ഇത് കഴിഞ്ഞ് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയാൽ ഈ മീഡിയ ഒന്നും ആ കാര്യങ്ങൾ പുറത്തു വിടുന്നില്ലല്ലോ. കർമ്മത്തിന് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ വീട്ടിൽ മീനോ കോഴി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിടും. ഇത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീട്ടിലുള്ള അംഗങ്ങൾ കുറയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഈ കാവ് വെട്ടിത്തെളിക്കാൻ പോയിട്ട് പനി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പുറലോകം അറിയുന്നില്ല, പക്ഷേ കാവ് വെട്ടിത്തെളിച്ചു എന്നുള്ളത് പുറലോകം അറിയുന്നുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് ആ ബാധ ഇറക്കി കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിന് ദോഷം വരുമെന്ന് പറയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ ഒരു ബാധ കയറിയിരിക്കാൻ മാത്രം പറ്റിയൊരു ദേവനാണെങ്കിൽ ആ ദേവനെ നിങ്ങൾ എന്തിനാ അത്രയും കാലമായിട്ട് പൂജിക്കുന്നത്? നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും നമ്മുടെ ഭൂമിയിലുണ്ട്. ഈ സിനിമ ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പലതും ഒരു കോയിൻസിഡൻസ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പം അതിനകത്തിലൊരു പ്രധാന നടൻ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയ നീളം കുറഞ്ഞ 2 ആൾക്കാരില്ലേ, അതിലൊരാള് പുള്ളി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കാന്താരയുടെ ഓരോ ഘട്ടങ്ങളിലുമായിരുന്നു ഓരോ ആൾക്കാർ ഒരു വലിയ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു വരികയാണെങ്കിൽ അതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് എന്നുള്ള രീതിയിലാണ് ടീമാണെങ്കിലും. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, അനുഭവം ഉള്ളവന് അത് അവന്റെ അനുഭവമാണ്, അല്ലാത്തവന് അതൊരു കഥയാണ്. ഈ ഒരു അപ്പൊ അതിനകത്തുള്ള സ്റ്റോറി ബേസ് ഈ പറയുന്ന ഗുളികൻ വരാഹി ഇതിനെയൊക്കെ ഉപയോഗിക്കുന്ന അതുകൊണ്ടാണോ അതുണ്ടാവുന്നത്? അങ്ങനെയും സംഭവിക്കാം. കാരണം അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അവർക്ക് അവരുടേതായ അനുഭവങ്ങൾ പലതും ഉണ്ടാവും. ഇപ്പോൾ പുറത്ത് പറഞ്ഞാൽ ആളുകൾ എന്ത് പറയും, എന്ത് ചിന്തിക്കും എന്നുള്ളൊരു അവസ്ഥയിൽ അവർ പറയാത്തതും ഉണ്ടാവാം. എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇന്ന പോലെ അനുഭവം എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഇന്ന പോലെ പേടി തോന്നുന്ന രീതിയിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞ അനുഭവങ്ങളുണ്ട്. ഇപ്പം എനിക്ക് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കർമ്മം ചെയ്ത് വരുമ്പോൾ എനിക്കറിയാം. കർമ്മത്തിന് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ വീട്ടിൽ മീനോ കോഴി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിടും. ഒരു കാര്യം ഉണ്ടാവില്ല, ചുമ്മാ മേടിച്ചിടും. അത് എൻ്റെ അമ്മ ചോദിക്കുകയും ചെയ്യും, നീ എന്തിനാണോ ഇത്രയൊക്കെ കോഴീനെ മേടിച്ചിട്ട്, അല്ലെങ്കിൽ എന്തിനാ മീനിനെ നീയും മേടിച്ചുകൊണ്ടോ, അത് ചത്തുപോകല്ലേ? സാറില്ലേ, കുഴപ്പമില്ല, ചാവുന്നതല്ലേ, ചാവണ ചത്തോട്ടെ എന്നും പറയും. അതേപോലെ തന്നെ ഞാൻ ആ കർമ്മം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ വീട്ടിൽ എന്തായാലും കോഴിയോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചത്തു പോകുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീട്ടിലുള്ള അംഗങ്ങൾ കുറയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കർമ്മത്തിന് ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെതായ എഫക്റ്റ് നമ്മുടെ വീട്ടിൽ കിട്ടാറുണ്ട്. ഇത് എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. അങ്ങനല്ലോ, ഞാനിത് ആരെയും എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ രക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല. പക്ഷേ എൻ്റെ അടുത്ത് വന്നവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ശിക്ഷിക്കപ്പെട്ടവരുമുണ്ട്. കാരണം ചിലർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഇതില്ല എന്നാണ് അവരുടെ കാര്യം. എന്നാൽ വന്നത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ അത് എന്നെപ്പോലെയുള്ള ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അഹംഭാവം കാണിക്കേണ്ട കാര്യം ആർക്കുമില്ല. ചിലപ്പോൾ അപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല, കുറഞ്ഞ സമയം കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് സംഭവിക്കും. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ അവസ്ഥ. കാരണം നമ്മൾ എന്തിനാണോ എടുക്കാൻ പോകുന്നത്, ഇപ്പം എന്താ പറയുക, കടന്നൽക്കോട്ടിന് കല്ലെറിഞ്ഞാൽ കുത്തുകൊള്ളാതെക്കില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഈ ഒരു ദേവതകളോ കാര്യങ്ങളോ ഒക്കെ അവിടെ മണ്ണിൽ ഉറങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഉറങ്ങി നിൽക്കുന്നതിനെ പോയി കഴിഞ്ഞിട്ട് കോലിട്ട് കുത്തിയിട്ട് വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിൽ കോലിട്ട് കുത്തും. പിന്നെ അവസാനം അത് തീർക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപ്പാട് പെടും. ഇപ്പോൾ ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹരിയാനയിലാണ് അവർ, നേഴ്സാണ്. പുള്ളിക്കാരി എന്നെ വിളിച്ചു കണ്ട് പറഞ്ഞു, സ്വാമി ഒരു കഥ കേട്ടിട്ട് ഞാൻ നിൽക്കുകയാണ്, അപ്പോൾ ഞാൻ സ്വാമീനെ വിളിച്ചാണ്. ചോദിച്ചാൽ എന്ത് പറ്റി? പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പുള്ളിക്കാരി. ഇപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഇന്നിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, 1 മാസത്തോളമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ചോദിച്ചു, അതിനിപ്പോൾ എന്താ കാര്യം, നീ കാര്യം വേഗം പെട്ടെന്ന് പറയാം, എനിക്ക് കുറേ പണിയുണ്ട്. കാരണം നല്ല സമയം അത് അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു കാവ് വെട്ടിയിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരി അത് നോക്കി. അപ്പോൾ ഞാൻ അവരോട് തമാശ ചോദിച്ചു, അവരുടെ ഫ്രണ്ടിനോട് തന്നെ തമാശ ചോദിച്ചതാണ്, ഈ കാവിൽ മരം വെട്ടണതിന് എനക്കെന്താ പ്രശ്നം, ഈ എന്തിനാ അത് പോയി നോക്കിക്കാണോ എൻ്റെ പണി എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർ പറഞ്ഞത്, അവിടുന്ന് വെട്ടിയിട്ട കൊമ്പൊക്കെ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരി അടുപ്പ് അങ്ങ് കൂട്ടി. അവരുടെ വീടിൻ്റെ അടുത്തുള്ള കാവാണ് വെട്ടിയത്. അപ്പം വെട്ടിയ ചെറിയ കൈയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുള്ളിക്കാരി ശേഖരിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ അടുപ്പങ്ങ് മൂട്ടി. അടുപ്പ് മൂട്ടി കഴിഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് പുള്ളിക്കാരിക്ക് ഇപ്പം അനാവശ്യമായിട്ടുള്ള ശ്വാസം മുട്ടൽ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ആകെ പെട്ടിരിക്കുക. ഒരുപാട് കാശ്, ചുരുക്കി 3 ലോഡിൻ്റെ കാശ് പുള്ളിക്കാരി ഡോക്ടർക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ടും മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ വേറെ ഏതൊരു ക്ഷേത്രത്തിൽ പോയ അവസാനം
നാഗക്ഷേത്രത്തിൽ ചെന്ന് അവിടുന്ന് മാപ്പ് പറഞ്ഞ് അവിടെ വേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് കുറഞ്ഞിട്ടേ ഉള്ളൂ, തീർന്നിട്ടില്ല കേട്ടോ എന്ന്. ഇനി അതിനും വിചാരിച്ച് എൻ്റെ നമ്പർ അവിടെ കൊടുക്കാനും നിൽക്കണ്ട, അത് നാഗത്തിനോട് കളിച്ചതോ ഞാൻ ഏൽക്കില്ല. നാഗശാപമാണോ അപ്പോൾ അത്? നാഗത്തിൻ്റെതായിട്ടുള്ളൊരു ശാപഭാവങ്ങളാണ് ആ കാണുന്നത്. അത് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സ്കിന്നിന് റാഷ് ഇഷ്യൂ വന്നു, പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്നു. പറയുമ്പോൾ അവർ കത്തിച്ച മരങ്ങളൊന്നും വലിയ പ്രശ്നമുള്ള മരങ്ങളല്ല, ഈ കുറ്റിയൊക്കെയാണ് കത്തിച്ചത്. അതിനൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമ്മളും ചെറുപ്പം ഇപ്പോഴാണ് ഇപ്പോൾ ഗ്യാസും കാര്യങ്ങളൊക്കെ ആയത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ വിറക് കത്തിക്കുന്ന അവസ്ഥ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. അന്നൊക്കെ കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള മരങ്ങളൊക്കെ പൊട്ടി വീണതും അല്ലെങ്കിൽ വെട്ടി മുറിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടതും ഒക്കെ ആയിട്ട് പലതും. ചേര് കുടുങ്ങിയാൽ ചിലപ്പം നമുക്ക് ശരീരത്തിൽ പൊള്ളൽ സംഭവിക്കാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അതല്ല അത് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥകളാണ്. ഇപ്പം ഇത് അലർജി ആണ് എന്ന് പറയാണ്ടെങ്കിൽ തന്നെ അവരിപ്പോൾ ഇത്രയും കാലം, അതായത് ഒരു മാസത്തിലും മുകളിലായി അവർ മരുന്ന് കഴിക്കണം. ഈ ഒരു മാസം കൊണ്ട് മാറാത്തൊരു ഇത് ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത്? ഒരു എന്താ പറയുക, അലർജി കൊണ്ടാണ് എന്നാണ് നമുക്ക് വാദിക്കാൻ പറ്റുന്നൊരു കാര്യം. ഈ അലർജി അതിനുള്ള മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മാറണ്ടേ? മാറുന്നില്ല. അപ്പോൾ അതിനെന്താ കാരണം? ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. അതിപ്പോൾ അതിന് പരിഹാരം ഇല്ലെന്നാണ്. പരിഹാരമുണ്ട്, പക്ഷെ ആ പരിഹാരം ചെയ്യുന്ന സമയത്ത് അത് നമുക്കും കൂടി ബുദ്ധിമുട്ട് വരുന്ന കാര്യം. അതുകൊണ്ടാണ്. കാരണം അത് ചുമ്മാ പോയി മേടിച്ചതല്ലേ. കാരണം ഒരു ലോഡ് മരത്തിന് അത്ര പൈസയും വരില്ല. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഒരു കുറ്റി ഗ്യാസിനാണെങ്കിൽ അത്രയും കാശ് വരില്ല. ഇപ്പം അത്രയും കാശ് അവർ ചിലവാക്കേണ്ടി വന്നു. പിന്നെ ആ നശിച്ച കാവിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ അവിടെ ഉണ്ടാവും. കാരണം ഇന്നിപ്പോൾ ആർക്കും ഇതിലൊരു വിശ്വാസമൊന്നുമില്ല. അവസ്ഥകൾ എല്ലാവരും അവരുടെ, പിന്നെ ഇതിന് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ അത് പുറലോകം അറിയുന്നുമില്ല. ഇപ്പോൾ കാവ് വെട്ടി തെളിക്കാനൊക്കെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ കാവ് വെട്ടി തെളിക്കാൻ പോയിട്ട് പനി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പുറലോകം അറിയുന്നില്ല, പക്ഷേ കാവ് വെട്ടി തെളിച്ചു എന്നുള്ളത് പുറലോകം അറിയുന്നുണ്ട്. മനസ്സിലാവും. അപ്പം നമ്മളിപ്പം എന്താ പറയുക, ഇപ്പോൾ എന്നെ തന്നെ പറ്റിയൊരു ഫേക്ക് ന്യൂസ് വന്നു, അല്ലെങ്കിൽ ഞാനൊന്ന് പോലീസ് കസ്റ്റഡിയിൽ പോയി. ഈ മീഡിയ പുറത്തു വരുന്നത് ദിവസ്വാമി ദുർമന്ത്രവാദത്തിൽ അറസ്റ്റിലായി അല്ലേ. ഇത് കഴിഞ്ഞ് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയാൽ ഈ മീഡിയ ഒന്നും ആ കാര്യങ്ങൾ പുറത്തു വിടുന്നില്ലല്ലോ. ഉണ്ടോ? കാലാകാലം ഞാൻ ദുർമന്ത്രവാദിയായിട്ടും അല്ലെങ്കിൽ ഒരു പോലീസ് കേസിലെ പ്രതിയായിട്ടുമായിരുന്നു എന്നെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ല എന്ന് കോടതി വിധിച്ചാൽ പോലും ഞാൻ ആ രൂപത്തിൽ തന്നെയാണ് നാട്ടുകാരുടെ മുന്നിൽ. അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട്. കാരണം നമുക്ക് എന്താ പറയുക, നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും നമ്മുടെ ഭൂമിയിലുണ്ട്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ തന്നെ അനുഭവം കൊണ്ട്, ഞാൻ ഈ ദൈവത്തിലൊന്നും വിശ്വസിച്ചില്ല എന്ന് ഞാൻ ആദ്യമേ പറയുന്നല്ലോ. ഇനി വലിയ വിശ്വാസങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ചില അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പിന്നീട് അതിലേക്ക് വന്നു പെടുകയാണ്. ഇന്ന് ഞാൻ മുഖാന്തരം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കിട്ടുന്നുണ്ട്. മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, എനിക്ക് എൻ്റെതായൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്ട് ഞാനത് പബ്ലിഷ് ചെയ്യാൻ പോവാം. കാരണം എന്താ വെച്ചാൽ അനുഭവസ്ഥർ പറഞ്ഞാൽ മതി. നമുക്ക് അനുഭവം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന അനുഭവം കിട്ടി എന്നൊരാൾ പറഞ്ഞാൽ മതിയല്ലോ. അല്ലാതെ അവരെ നമ്മൾ പറഞ്ഞ് പറയിപ്പിക്കുക കാര്യങ്ങളൊന്നും വേണ്ട. ആളുകൾ അറിഞ്ഞോട്ടെ. കാരണം ഇല്ലാത്തടത്തോളം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്താ അവൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല, ഈ കാര്യമുള്ള മിണ്ടുമില്ല. പിന്നെ എന്നെപ്പോലെ ഒരാൾ കൂട്ടുകാരുണ്ടെന്നുള്ളത് ആരും പുറത്തു വിടില്ല. അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എന്നെക്കൊണ്ട് കാര്യം വേണം, പക്ഷേ ഇങ്ങനൊരു സ്വാമി ഉണ്ട് ഞങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഒരു സ്വാമീൻ്റെ അടുത്ത് പോയിട്ടാണ് രക്ഷപ്പെടുന്നത് എന്നാരും പറയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പറയും ഇല്ല ഞാൻ അമ്പലത്തിൽ പോയി പ്രശ്നം കഴിഞ്ഞു. ഈ അമ്പലത്തിൽ ചെന്നിട്ട് അമ്പലത്തിൻ്റെ ആ ദേവതയെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത, കാരണം ആ ഒരു അവസ്ഥ കൊണ്ടാണ് ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവുന്നത്. ഇപ്പം ഞങ്ങളെപ്പോലുള്ള കർമ്മികൾ വേറെ പുറത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? ആ ദേവതയ്ക്ക് ആ ശക്തി അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. അവരുടെ കർമ്മരീതിയും വേറെയാണ്. ഇപ്പം ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന് ഒരു ബാധ ഇറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്പലത്തിൽ നിന്ന് ആ ബാധ ഇറക്കി കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിന് ദോഷം വരും എന്ന് പറയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ്. കാരണം ഞാനൊരു ക്ഷേത്രത്തിൽ നിന്ന് ഇതേമാതിരി ഒരു കുട്ടി പെട്ടെന്ന് ഞാൻ അവിടെ വന്ന സമയത്ത് ആ കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ആ ബുദ്ധിമുട്ടിനെ കൊണ്ട് പിടിച്ച സമയത്ത് അവരെന്നെ പറഞ്ഞു ഇവിടുന്ന് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ദേവൻ്റെ ശക്തി കുറയും, ദേവനിലേക്ക് അത് ലയിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയാണ് ആ ഒരു ബാധ കയറിയിരിക്കാൻ മാത്രം പറ്റിയൊരു ദേവനാണെങ്കിൽ ആ ദേവനെ നിങ്ങൾ എന്തിനാ അത്രയും കാലമായിട്ട് പൂജിക്കണേ? ആ ദേവനെ ഈ ബാധയേക്കാളും ശക്തി കുറവാണെന്നാണ് നമ്മൾ പറയുന്നത് വിഷയം. ആ പിന്നെ പുള്ളിക്കൊന്നും പറയില്ല. അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ പറയാം, വയസ്സായ ഞങ്ങളൊക്കെ കുറേ കാലമായി ഇത് കാണുന്നു,
അപ്പം ഇവർ കണ്ട ലോകമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ കാണുന്ന ലോകവും ഞാൻ കാണുന്ന ലോകവും ഒക്കെ നമ്മുടേതായ രീതിയിൽ ശരികളാണ്. ആർക്കും ആരുടേതായ പ്രത്യേക ശരികളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അവരവരുടെ ശരികളുണ്ട് അല്ലേ? അങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഭൂമിയിലുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.